ഈ ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഒരു വലിയ പാറ റോഡിൽ പതിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഈ ഒരു സംഭവം. പാറ നീക്കാനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുത്തനെ ഒരു പാറ വീണ് നിൽക്കണം. അയ്യോ, ആൽവിനുണ്ട് വിവരങ്ങളുമായിട്ട്. ആൽവിൻ, ഒരു ഈ രാത്രി ആയത് ഭാഗ്യം, രാവിലെയൊക്കെ ഈ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഒരു വമ്പൻ അപകടം ഉണ്ടാവേണ്ടതാണ്. ഇപ്പൊ ഈ പാറ നീക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയോ അവിടെ? ഈ പാറ നീക്കുന്നതിന് വേണ്ട നടപടികൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു വലിയ പാറ ഈ മുകൾ ഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് ഗ്യാപ്പ് റോഡിലേക്ക് വീഴുന്നത്. ഇത് ചിന്നക്കനാലിനും മൂന്നാറിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഗ്യാപ്പ് റോഡിലാണ് ഇത് ഈ വലിയ പാറക്കല്ല് വീണത്. ഇത് മുമ്പും മഴക്കാലത്തൊക്കെയും വലിയ പാറക്കെട്ടുകൾ അതുപോലെ മലനിര പോലെ തന്നെ താഴേക്ക് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല ദിവസങ്ങളോളം യാത്ര മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് ഇന്നലെ രാത്രി പുലർച്ചെ ആയതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഇപ്പോഴും രാത്രികാല നിരോധനമൊക്കെ ഈ ഇതുവഴിയുള്ള യാത്രയ്ക്ക് ഉണ്ട്. മഴ മാറി നിൽക്കുന്നു 2 ദിവസമെങ്കിൽ പോലും നിരോധനം അങ്ങനെ നിലനിൽക്കുകയാണ്. മറിച്ചൊരു ഉത്തരവ് ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രാത്രികാലത്ത് ഇതുവഴിയുള്ള യാത്രകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണ് സ്ഥിതി. എല്ലായ്പ്പോഴും ഇത് വലിയ പാറക്കല്ലുകളും മണ്ണും ഉൾപ്പെടെ അവിടെ ഗ്യാപ്പ് റോഡിലേക്ക് പതിക്കുന്ന സ്ഥിതിയുണ്ട്. അത് സ്ഥിരമായി സംഭവിക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണ സമയത്ത് അശാസ്ത്രീയമായി നിർമ്മാണം നടത്തിയതിന്റെ ഒരു പരിണിത ഫലം എന്ന് വേണം പറയാൻ. ഇത് കാര്യം എല്ലാ മഴക്കാലത്തും ഇതിങ്ങനെ തുടരെ സംഭവിക്കുന്നതാണ്. ഇത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സമയത്ത് അശാസ്ത്രീയമായി ഈ പ്രദേശത്തെ പാറ പൊട്ടിച്ചതാണ് ഇതിന് കാരണം എന്നുള്ളത് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം വലിയ അപകട മേഖലയായി എപ്പോഴും ഉള്ളത്. ഏത് സമയത്തും ഈ പാറക്കെട്ടുകൾ താഴേക്ക് പതിക്കാവുന്ന സ്ഥിതിയുണ്ട്. ഇന്നലെ രാത്രിയിൽ ആ പ്രദേശത്ത് ചെറുതായി മഴയും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വേണം നമുക്കിത് ഈ വലിയ പാറ അവിടുന്ന് ഊർന്നു പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂറ്റൻ പാറയാണ്. അത് പൊട്ടിച്ച് മാറ്റുന്നതിന് വേണ്ട നടപടി ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചു കഴിഞ്ഞു. ശരി ലക്ഷ്മി.